ഇന്ന് ഞങ്ങളുടെ പാതിര യാത്ര മാമലകണ്ടത്തിലേക്കുള്ളതാണ്. മാമലകണ്ടം അത്യാവശ്യം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഓഫ് റോഡ് സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ ഞങ്ങൾ. ആൾക്കാരൊന്നും കാണില്ല, നല്ല കൂടുതൽ ഏരിയ. വെള്ളം കുടിക്കാൻ വരും. തട്ടേക്കാട് പക്ഷി സങ്കേതം. കുട്ടമ്പുഴ എന്താ രണ്ടര 3:30 4:30 5:30 സമയം ഒരു പടവല്ലേ. അവിടുത്തെ സാറുമാർക്ക് ഗേറ്റ് തുറന്നു തരാതെ ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്ന വഴിക്ക് കൂടെ വേറൊരു വഴി കൂടെ കയറാൻ പോവുകയാണ്. അത് കൊടുങ്കാട്ടിലേക്കുള്ളത്. ഘോരവനല്ലേ. ഇത് കാര്യമില്ലല്ലേ. മറ്റേ അല്ല നല്ല വലിപ്പമുള്ളത്. റോട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മൂവ് ആവുന്നില്ല. റോട്ടിലാണെങ്കിൽ അത് അത്രയും പെട്ടെന്ന് മൂവ് ആവില്ല. അങ്ങോട്ട് ലൈറ്റിന്റെ ഫ്ലാഷിൽ അങ്ങനെ കുറച്ചു നേരം ഒന്ന് മൂന്നെണ്ണല്ലേ. കാണാല്ലേ ലൈറ്റ് കണ്ടായിട്ട് അങ്ങനെ സ്റ്റക്കായി നിൽക്കണേ. നല്ല വലുപ്പുണ്ട് കേട്ടോല്ലേ. ഇത് കൊമ്പില്ലല്ലോ. ഇത് മാവല്ലേ. ഇതിന്റെ കൊമ്പുണ്ട്. ആ കാണുന്നുണ്ട് ചെറിയൊരു കുറ്റി പോലെ കാണുന്നുണ്ട്. ആടിന്റെ കൊമ്പ് പോലെ നോക്കിയൊക്കെ നല്ല വലിപ്പുണ്ട്. ശരിക്കും വീഡിയോ കിട്ടിയോ? കിട്ടി ഫോട്ടോയിലുണ്ട്. ഈ ഫോൺ എടുത്തെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയി കിട്ടോ. മറ്റേ ഫോൺ എടുക്കണ്ടല്ലേ. അല്ലേ ഞാൻ എന്റെ സൂമിങ് കിട്ടാത്തോണ്ട് ഞാൻ തൃപ്തിപ്പെട്ടുള്ളൂ. ഇതിന്റെ ലോക്ക് ഉണ്ടോ? ലോക്ക് ഞാൻ പറഞ്ഞുതരാം. പൂച്ച കണ്ട് വെള്ള പൂച്ച ഉണ്ട് കണ്ട് നഷ്ടം പറ്റണം. എന്റെ ഫോൺ ഉണ്ടെങ്കിൽ അത് പക്ക സൂമിങ്ങിൽ എടുക്കാം. തിരിക്കണോ? വേണ്ട, തിരിച്ചിട്ട് കാര്യമില്ല. അത് കുറ്റിയല്ലേ കേറി പോയിണ്ടാവൂല്ലേ. ആ ലൈറ്റിൽ സ്റ്റക്കായി നിന്നോ അത്രേ ഉള്ളൂ. അത് നാട്ടു റോഡിലാണ് വിചാരിച്ചോ. കുറച്ചു നേരം നിക്കുന്ന അത് അവർക്ക് പെട്ടെന്ന് വൈൽഡ് ആനിമൽസ് അവര് ലൈറ്റ് ആയിട്ട് യൂസ്ഡ് അല്ല. പിന്നെ വേറൊന്ന് നമ്മള് ബ്രൈറ്റ് ഉപയോഗിച്ചില്ലേ, അപ്പൊ ബ്രൈറ്റിന്റെ മാത്രം കത്തിച്ചാൽ ബ്രൈറ്റ് മാറ്റരുത്.
അപ്പൊ അവർക്ക് ഡിമ്മാണെങ്കിൽ ബ്രൈറ്റ് ആക്കും ചെയ്യരുത് എന്നാ അറിയോ, അത് അവർക്ക് നമ്മൾ ചാർജ് ചെയ്യുന്ന പോലെ തോന്നും. അവിടെ കണ്ണ് അല്ലല്ലേ, ആദ്യമായിട്ട് തിളക്കം കാണും. മാപ്പ് മാറ്റിയിട്ടപ്പോ ഇല്ല, മാറ്റിയിട്ടില്ല. അവിടെ മാറ്റാം കഴിഞ്ഞല്ലേ. നേരിയ മംഗലം ആ ബോർഡിലേക്ക് ഫോക്കസ് കിട്ടാനോ. ഇവിടുത്തെ ഞങ്ങൾ രാവിലത്തെ ചായയോടെയും കഴിഞ്ഞു വീണ്ടും പുതിയൊരു ഓഫ് റോഡിലേക്ക് കയറാൻ പോവുകയാണ്. ഇറങ്ങാ വയ്യേ, വാ വാ വാ. അതാ ഭൂതടാ, ഭൂതം ഭൂതം. തലയോട്ടെ രണ്ട് കണ്ണു നോക്കാം, നോക്കിക്കോ. രണ്ട് കണ്ണു വായ കണ്ടു നോക്കാം, തലയോട്ടുണ്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ, നല്ല വൃത്തിയുള്ള വെള്ളം, അക്വേറിയം പോലെ. ഓഫ് റോഡ് ഇറങ്ങുകയും ഭക്ഷണം കഴിച്ച് എയറൊക്കെ വണ്ടിയിൽ കംപ്ലീറ്റ് ആക്കി റെഡിയാക്കി ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ആനക്കുളം. അത്യാവശ്യം ആനകളൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് അവിടെ. ഇനി അവിടേക്കാണ് യാത്ര. ബംഗാളികൾ കണ്ടിട്ടല്ലോ, ഇതൊക്കെ മോഡലാക്കും. പെട്ടെന്ന് സ്ഥലം മാറില്ലേ. ഇവിടെ അങ്ങനെ തന്നെ. ഞങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട് ആൾക്കാരുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് അവിടേക്ക്. പിന്നെ പല സ്ഥലത്തു നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ആളെത്തിയിട്ടുണ്ട് അവിടെ. ഇതാണ് ആനക്കുളം. ഈ ആനക്കുളം നമുക്ക് അവിടെ ആനുണ്ടെന്ന് സ്പോട്ടി അറിയാൻ വേണ്ടിയിട്ട് ടെലിഗ്രാമിൽ ആനക്കുളം അടിച്ചാൽ മതി. അതിൽ കാണിക്കാൻ പറ്റും, അറിയാൻ പറ്റും, ലൈവായിട്ട് കാണാൻ പറ്റും, ഫോട്ടോസ് വരും, ആനയുണ്ടോ ഇല്ലയോ എന്നൊക്കെ. തപ്പി നോക്കാണ് ഞാൻ രണ്ട് കാലായിട്ട്. അളക്കി പെടുക. സോഡ സർബത്ത് ஒரு வீடியோ எடுறாடே, ஒரு வீடியோ எடுத்து அங்க தும்பா நிக்கிறான் பாரு, சின்ன குட்டி நிக்கிறான் பாரு அங்க.
ഇവിടെ എപ്പോഴും ഒരുപാട് പേര് വെയിറ്റ് ചെയ്യാണ്. അത് രാത്രി ആവാൻ കാത്തുകയാണ് എല്ലാവരും. രാത്രി ആവുമ്പോൾ ഒരുപാട് ആന വീണ്ടും ഇറങ്ങുന്ന പറയണത്. അത്രയും ആളുകൾ നിൽക്കുന്നത് അതിന് ആണ്. ഒരു ടീം കുടിക്കുന്ന മറ്റു ടീം വെയിറ്റ് ചെയ്യുക. പറഞ്ഞോളൂ. അപ്പോൾ പാർലമെന്റ് ചേരാനായി.